ഒരു ഓണം വൈബൊക്കെ തോന്നുന്നല്ലേ നമ്മളെല്ലാ കൊല്ലം. ഇന്നിപ്പോ തിരുവോണം അല്ല, ഇന്നിപ്പോ ഉത്രാടം. എന്താ അറിയില്ല അത്. ഇന്ന് ഉത്രാടം, നാളെ തിരുവോണം. അപ്പൊ നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ സ്ഥിരം പരിപാടി തുടങ്ങി. എല്ലാ പ്രാവശ്യവും നമ്മള് ഓണം അങ്ങനെ സാധാ ഓണം നമ്മൾ 3 പേരല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ എപ്പോഴും നമ്മളിങ്ങനെ, എന്നാലും നമ്മളങ്ങനെ ലാസ്റ്റ് ആവുമ്പോഴേക്കും അത് ഗ്രാൻഡ് ആക്കും അല്ലേ. അങ്ങനെ ആസ് യൂഷ്വൽ പൂക്കളം ഞാൻ ഇവരെ ഏൽപ്പിച്ച് എൻ്റെ അടുക്കള പണിയിലേക്ക് പോയിട്ടോ. അപ്പോൾ രംഷേട്ടൻ ഇപ്രാവശ്യം ജസ്റ്റ് വീട് ഡെക്കറേറ്റ് ചെയ്യുന്ന പരിപാടി മാല കോർക്കലേ ഉള്ളൂ. പൂക്കളം കംപ്ലീറ്റ് മിത്തുക്കുട്ടി ഏറ്റെടുത്തു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കേരളം വിട്ട് നിൽക്കുന്നവർക്കുണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ ചെറുപ്പം മുതലേ നമ്മളെ ഈ ഒരു ട്രഡീഷനൊക്കെ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളത് എനിക്കൊരു കുറച്ച് നിർബന്ധത്തിനേക്കാൾ കൂടുതൽ ആഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതൊക്കെയല്ലേ അവരുടെ മനസ്സിൽ വലുതായി കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്ന പോലെ ഓർമ്മകൾ എന്ന് പറയാൻ. ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ആസ് എ ഫാമിലി നമ്മളെ ഓർക്കാനും ഒക്കെയുള്ള കുറച്ച് നല്ല നിമിഷങ്ങളല്ല. അപ്പോൾ ഇതൊക്കെ ശരിക്കും ആഘോഷിക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. മിഥുനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റുമാണ് ഇങ്ങനത്തെ കാര്യത്തിൽ. ഇപ്രാവശ്യം ഇൻട്രസ്റ്റ് കുറച്ച് കൂടുതലാണ്. എന്താണെന്നറിയോ, ഇപ്രാവശ്യം മിഥുൻ്റെ ഫ്രണ്ട്സാണ് വരുന്നത് ഓണത്തിന്. അവരെയാണ് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്തായാലും കഴിഞ്ഞാ സോ പൂക്കളം ഏകദേശം അല്ല കഴിഞ്ഞു. മിത്തുക്കുട്ടി അവസാനമായപ്പോഴേക്കും മൊത്തം ഏറ്റെടുത്തു അല്ലേ. അടിപൊളി. ഇതൊക്കെ ശരിയായി. പുതിയ മാല തൂക്കി. എൻ്റെ അടുക്കളയിലെ എല്ലാ പരിപാടിയും എന്ന് പറഞ്ഞാൽ എല്ലാ കഷ്ണങ്ങളും നുറുക്കി. ഇനി നാളെ രാവിലെ നേരത്തെ നീച്ച് എല്ലാം ഉണ്ടാക്കുക എന്നുള്ള പണിയുള്ളൂ. മെയിൻ പരിപാടികളൊക്കെ തീർത്തു. ഇനി ഇവിടെ ചെറിയൊരു എന്താ പറയുക, ഞാനൊരു ഓണം തീം, ഒരു കേരള വൈബ് കൊണ്ടുവരാൻ ഞാനിവിടെ കുറച്ചിങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് വിളക്കും സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടൊരു കേരള തീം, ചെറിയൊരു സെറ്റപ്പ്. വലിയ സെറ്റപ്പ് ഒന്നുമല്ല, കാരണം അതിനുള്ള സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ ദിവാലിക്ക് ഇതിനൊക്കെ വാങ്ങിയത് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. പൂക്കളൊക്കെ റെഡിയായപ്പോൾ ബാക്കി ഫൈനൽ പരിപാടി ക്ലീനിങ്ങും അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ചെറിയ കലാപരിപാടികളും കൂടെ ഞാൻ നടത്തിയിട്ടുണ്ട്. ഈ ഏരിയയൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഇനി ചെറിയ പരിപാടിയും കൂടെ ഉള്ളപ്പോൾ സമയം 12:30. നാളെ രാവിലെ നേരത്തെ നീക്കണം. സദ്യയും കാര്യങ്ങളും ഉണ്ടാക്കുക. എൻ്റെ നമ്മുടെ ടേബിൾ റണ്ണർ, നമ്മുടെ പഴയ ഒരു സെറ്റ് വേസ്റ്റ് മുണ്ടിൻ്റെ ഒന്നുണ്ടായിരുന്നു, അത് വെച്ച് ചെറിയ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി വലിയ ഭരണി കിട്ടിയില്ല. ഞാൻ വലിയ ഭരണി എല്ലാ പ്രാവശ്യം ശരിക്കും അടുത്ത കൊല്ലാകുമ്പോഴേക്കും റെഡിയാക്കണമെന്ന്. പക്ഷെ ഉള്ള ഒരു കുഞ്ഞ ഭരണിയിൽ നാളെ വല്ല താമരയോ റോസോ എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷെ അത് കാണാൻ മാത്രം ഇല്ല ആക്ച്വലി. അപ്പോൾ തൽക്കാലം ആ ഭാഗത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി വേഗം കിടക്കട്ടെ കേട്ടോ. ഇനി നാളെ രാവിലെ രാത്രി 12 മണിയായപ്പോൾ അതേ വേഷത്തിൽ അങ്ങനെ കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് ഞാൻ വേഗം ഷടപടേന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടാക്കുകയാണ്. എല്ലാം മീൽ പ്രെപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ ഭക്ഷണം നിങ്ങൾക്കറിയാമല്ലോ, എപ്പോഴും നമ്മളിവിടെ പഴം പുഴുങ്ങിയതും പപ്പടവും ആയിരിക്കും ഉണ്ടാവും. അതിങ്ങനെ എപ്പോഴും പറയാറുള്ളതാണ്. കുറച്ച് ശർക്കരപ്പേരി പുട്ടൊക്കെ ഉണ്ടെങ്കിലായി. ചില വീടുകളിലൊന്നും കുട്ടികൾക്കും അല്ലെങ്കിൽ ആൾക്കാർക്കൊന്നും അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവർ ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കും. പക്ഷെ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ ഇത് മാത്രമാണ് ഭക്ഷണം ഉണ്ടാവാറ് കേട്ടോ. അപ്പം മിത്തുനും ഭാഗ്യവശാൽ ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പം മിത്തുക്കുട്ടിക്കും ഞങ്ങൾക്ക് നിർബന്ധമാണ് രാവിലെ. ഇപ്പോൾ പിന്നെ ഡയറ്റും കാര്യങ്ങളൊക്കെ ആയ കാരണം തിരുവോണത്തിൻ്റെ അന്ന് മാത്രമാക്കി. മറ്റേത് അത്തം മുതൽ തുടങ്ങും ഈ പഴം തീറ്റ കേട്ടോ. ഇതേ മുല്ലപ്പൂവൊക്കെ തലേ ദിവസം തന്നെ വാങ്ങി റെഡിയാക്കി. മുല്ലപ്പൂ മേടിച്ചോളൂ. ഹായ്, എന്താ ഒരു മണം. ഹാപ്പി ഓണം. യെസ്, രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ തൽക്കാലം സാരി അല്ല, വന്നിട്ട് സാരി കൊടുക്കാൻ സമയം ഉണ്ടെങ്കിൽ കൊടുക്കാമെന്നാണ് വിചാരിച്ച്. ഇപ്പോൾ കൊടുക്കാന്ന് പറഞ്ഞാലേ അമ്പലം അടയ്ക്കും. ഉണ്ട് ആദ്യത്തെ മിത്തുക്കുട്ടിയുടെ ധാവണി. ഈ ധാവണിയുടെ ഈ ഒരു ധാവണി പോലെ ഉടുക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ സൈഡിൽ വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കല്യാൺ സിൽക്സ് പോയപ്പോൾ വാങ്ങിച്ചതാട്ടോ ഈ ചുരിദാർ. വിഷുവിന് ഇടാൻ, പക്ഷേ വിഷുവിന് ഇട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ ഓണത്തിന് ഇട്ടു. പുതിയ ഡ്രസ്സ് എല്ലാവരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് സെറ്റ് സാരി ഉടുക്കണമെങ്കിൽ ഉടുക്കാം. നമ്മൾ പോയപ്പോഴേക്കും അമ്പലം അടച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും തിരക്കൊക്കെ കുറവായിരുന്നു കേട്ടോ. അവിടെ നല്ല അടിപൊളിയായിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്തു ഞാൻ. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ഞങ്ങൾ ഇവിടെ 1-2 സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ മിത്തുവിൻ്റെ ഫ്രണ്ട്സും അവരൊക്കെ ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവറിൽ എത്തൂല്ലേ മിത്തു? മിത്തുക്കുട്ടിയുടെ പട്ടുപാട് എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട് കേട്ടോ. അല്ലേ രംഷേട്ടൻ എന്താ പറയാനുള്ളത്? എല്ലാവരും വേറെ വേറെ കളറും കാര്യങ്ങളൊക്കെ. രംഷേട്ടൻ എപ്പോഴും സൈക്കിളിൽ ഇറങ്ങിയിട്ടില്ല. അതെ, ഒന്നും മഴ ഒന്ന് പെയ്തു. നമ്മൾ ഇനി പായസം കൂടി നമ്മുടെ സദ്യയിൽ ഉണ്ടാക്കാനുള്ളൂ കേട്ടോ. യെസ്, മുല്ലപ്പൂവൊക്കെ വെച്ച് എന്താ ഒരു മണം. ഞാനിവിടെ പൂ വാങ്ങാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ പൂവെന്ന് പറഞ്ഞാൽ നമ്മുടെ റോസ്, അതുപോലെ ഭരണി, 2 ഭരണി ഉണ്ട് എൻ്റെ കയ്യിൽ. അതിലൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. എത്ര താമരയും റോസും ഇങ്ങനത്തെ കുറേ ചെടികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതിലൊന്ന് വെക്കാം, അതൊന്ന് അറേഞ്ച് ചെയ്യാം എന്നുള്ളത്.
അപ്പോൾ അത് വാങ്ങാൻ വന്നിരിക്കുകയാണ്. നല്ല രസമാവും ഇങ്ങനെ സെറ്റ് ചെയ്ത്. അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും നല്ല വലിയ ഭരണി വാങ്ങിക്കണം. വലിയ ഭരണി ആകുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും, നല്ല രസത്തിൽ ഇങ്ങനെ ഉള്ളിലേക്ക് ഇരിക്കും. ചെറിയ ഭരണി ആകുമ്പോൾ അത്ര ഉണ്ടാവില്ല, പക്ഷെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എനിക്കെന്തെങ്കിലും മാറ്റം ഉണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വേറെ ഒന്നല്ല, ചേട്ടാ നോക്കിയ മാറും, മനുഷ്യനായ മാറണം, അതാണ് മനുഷ്യൻ. ഞാൻ ഇപ്പോൾ പറഞ്ഞത് അതൊന്നല്ല. എൻ്റെ ഹെയറിലെ മാറ്റം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കും, നിങ്ങൾ കമൻറ്റ് ചെയ്യും എന്ന് എനിക്കറിയാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ തന്നെ പറഞ്ഞു. അപ്പോൾ ഹെയർ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, പക്ഷേ ഇങ്ങനെയെല്ലാം ഉണ്ടാവുക ആക്ച്വലി ചെയ്തത് ഇന്നലെ ആയതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാണ്. ആവാനുള്ള സമയം ഇന്നലെയാണ് കിട്ടിയത്. കാരണം ഇതിന് മുന്നേ കുറേ ദിവസമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചതാണ്. ഇത് നമ്മുടെ സിസ്റ്റീൻ ട്രീറ്റ്മെൻറ്റ്, അതായത് ഫ്രിസിനെസ് മാറാനുള്ളതാണ്. നാച്ചുറൽ ഹെയർ ആവും. ഇന്നലെ ചെയ്തത് കൊണ്ട് ഇതിങ്ങനെയായി. ഒരു 2 days വാഷ് ചെയ്ത 2 ഹെയർ വാഷിൽ നോർമലാവും, നോർമൽ ഹെയർ ആവും കേട്ടോ. പക്ഷേ ഇന്നലെ ചെയ്തുകൊണ്ട് ഇത് ഭയങ്കര ചൂല് പോലെ നിൽക്കുന്നുണ്ട്. അതിപ്പോൾ ഓണത്തിൻ്റെ തലേദിവസമായി. പക്ഷേ എനിക്ക് ഓണമല്ല, വേറൊരു കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഞാൻ അപ്പോഴേക്കും നാച്ചുറൽ ആവാൻ വേണ്ടി ചെയ്തതാണ്. അതെന്താണെന്നൊക്കെ വഴിയെ നമ്മൾ പറയാം. നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും. യെസ്, അപ്പോൾ അതിന് വേണ്ടി ചെയ്തതാണ്. അപ്പം നമ്മൾ വാങ്ങിക്കൊണ്ടിട്ടുള്ള പൂക്കളൊക്കെ രംശേട്ടൻ ഇവിടെ അറേഞ്ച് ചെയ്യണം. ഞാനാണെങ്കിൽ മിത്തുക്കുട്ടർ ധാവണി 2-3 പ്രാവശ്യം അഴിഞ്ഞ് വീണിട്ട് അതിൻ്റെ മേലെ ഞങ്ങൾ അവിടെ അടിയും പിടിയും കൂടാണ് കേട്ടോ. പണ്ട് എനിക്കോ സാരി കൊടുക്കാറില്ല, അതിൻ്റെ ഇടയിൽ ദിവസത്തിൽ ഇത്രയും സമയം അതിന് ചിലവഴിക്കാൻ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ രംശേട്ടനാണ് ചെയ്തു തരുന്നത്. എനിക്കിങ്ങനെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സമയം കിട്ടില്ല എന്നുള്ള ഒരൊറ്റ പ്രശ്നമുള്ളൂ, കുക്കിങ്ങും ഡ്രസ്സിങ്ങും എല്ലാം കൂടെ. പക്ഷേ ഇത് മൊത്തം ഐഡിയാസും ഇതൊക്കെ ഞാൻ ഒരാഴ്ച മുന്നേ തന്നെ റെഡിയാക്കി പിൻട്രസ്റ്റും വൈബ്സും കാര്യങ്ങളൊക്കെ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് രംശേട്ടനോട് പറയും എനിക്ക് ഇങ്ങനെയൊക്കെ വേണമെന്ന്. ഇതിൻ്റെ സാധനങ്ങളും അറേഞ്ച് ചെയ്യും കേട്ടോ. പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് രംശേട്ടനാണ്. ഞാൻ സാരി മാറ്റി, സാരിയല്ല ഇതിൻ്റെ സെറ്റുമുണ്ട്. ഇങ്ങനെയുണ്ട് ഈ സെറ്റുമുണ്ട്, പച്ചക്കര. അതായത് ഞാൻ നാട്ടിൽ നിന്ന് തന്നെ തുന്നിച്ചൊരു ബ്ലൗസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കുപ്പികളെ ഇട്ട്, അയ്യോ മാല ഇട്ടില്ല, അതാണ് എന്തോ ഒരു കുറവ്. മാല ഇടുന്നുണ്ട്, അത് ഓർമ്മയില്ല. അപ്പം ഞാനെന്താ വെച്ചാൽ ചോറ് വെച്ചു, ബാക്കി ഇതാ എല്ലാതുമായി. അവിയൽ, കാളൻ, ഓലൻ, 2 തരം ഉപ്പേരി, ബീട്രൂട്ട് പച്ചടി, മറ്റേ മധുരപ്പച്ചടി, അങ്ങനെ വിഭവങ്ങൾ. ഇനി ഉണ്ടാകും. ഇനി കുറച്ച് കയ്പ്പയ്ക്ക, അതുപോലെ മുളക്, അച്ചാർ, പുളിയഞ്ചി, ഇതൊക്കെയല്ലേ ഉള്ളൂ വിളമ്പാൻ. പിന്നെ പായസം, 3 തരം പായസം ഉണ്ടാക്കാനൊക്കെ അഹങ്കാരം. പക്ഷെ എത്രത്തോളം നടക്കുന്നറിയില്ല. പാലട, സേമിയ, പരിപ്പ്, അതിപ്പോൾ പരിപാടി തുടങ്ങണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി എനിക്കുണ്ട്. ബാക്കി എല്ലാ പണിയും കഴിഞ്ഞു. ഫോട്ടോ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയും സമയം 11:40, ഒരു 15 minutes ആകുമ്പോഴേക്കും അവർ വരേണ്ടതാണ് കുട്ടികളൊക്കെ കൂടെ. അപ്പോൾ അപ്പോഴേക്കും ഒരു നല്ല ഫോട്ടോ എടുത്ത് ഇടണം എന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പാല് തിളപ്പിച്ചിട്ട് അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചു. ഫോട്ടോ സെഷനും പരിപാടികളൊക്കെ കഴിഞ്ഞു. കുറച്ച് ഫോട്ടോസ് എടുത്ത് ഞാൻ എൻ്റെ മാലയൊക്കെ ഇട്ട് വന്നു കേട്ടോ. ഈ മാല നല്ല മാച്ചില്ലേ ഇതിന്, നമ്മുടെ പൂക്കളം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ 2 ഭരണിയിൽ ഒപ്പിക്കാനുള്ള സംഭവമാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയത്. നല്ല രസമല്ലേ? നീ അടുത്ത പ്രാവശ്യം വലിയ ഭരണി വേണം. നാട്ടിൽ നിന്ന് വരുമ്പോൾ എങ്ങനെ കൊണ്ടുവരില്ലേ, ആ ഭരണിയിൽ ഇങ്ങനെ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ മൊത്തത്തിലൊരു ഓണം തീം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു കേരള വീട് പോലെ ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് ഫ്ലാറ്റിലൊക്കെ ഇങ്ങനെ നടക്കുള്ളൂ. കാരണം നാട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് ആ പുറത്തെ വീടും മുറ്റും ഒക്കെ ആയാൽ തന്നെ ഒരു ഓണം വൈബാണ്. തൃക്കാക്കരപ്പനും ഇവിടെ ആകുമ്പോൾ നമുക്ക്, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യാം. ഞാൻ ആ ടേബിൾ റണ്ണറൊക്കെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്തു, വിളക്കും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തു. നമ്മുടെ ഈ ഒരു ഓണം സെറ്റപ്പ് എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? യെസ്. ഇപ്പോൾ നോൺ മല്ലൂസിന് കുറച്ചും കൂടെ എന്താ പറയുക, ആ ഒരു ഓണം തീമും നമ്മുടെ നാടും സംഭവങ്ങളൊക്കെ ഒരു ഫീല് മൊത്തത്തിലൊരു ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ കിട്ടാൻ വേണ്ടി ചെയ്ത പണിയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം ആകുമ്പോഴേക്കും നമ്മൾ അടിപൊളിയാക്കി ചെയ്യുമെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് നമ്മുടെ ഇപ്പോൾ 2 year 3 ആയി നമ്മുടെ ഈ പുതിയ വീട്ടിൽ 3 വർഷം. യെസ്, കാരണം ഓണത്തിൻ്റെ ആ ഒരു ആഴ്ച മുന്നെയാണ് നമ്മൾ ഹൗസ് വാമിങ് നടത്തിയത്. അപ്പോൾ ആ വർഷം, നെക്സ്റ്റ് വർഷം, ഇത് 3ാമത്തെ വർഷം. ഈ ആഴ്ച August 31 നമ്മുടെ ഗണപതി ഹോമം കഴിഞ്ഞിട്ട് 2 വർഷമാവും അല്ലേ. അപ്പോൾ ഓണം വരുമ്പോൾ അത് 3 ഓണം കൂടി എന്നുള്ള രീതിയിലായി. അങ്ങനെ. അപ്പോൾ ഓൾ സെറ്റ്. ഞാൻ പോയി പായസം ഉണ്ടാക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും നാട്ടിൽ നല്ല മഴ തോന്നുന്നില്ല. ഇവിടെ വലിയ കുഴപ്പമില്ല. രാവിലെ ഒന്ന് ചീഞ്ഞു, പക്ഷെ ഇപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് ഓണം ഒരു രസം. ആരില്ലാതെ ഇങ്ങനെ ആഘോഷിക്കുന്നേക്കാളും, ആരുമില്ലെങ്കിലും അടിപൊളിയായിട്ട് നമ്മൾ ആഘോഷിക്കാം. അത് വേറെ കാര്യം. ഇവിടെ എല്ലാ സ്ഥലത്തും ഓണാഘോഷങ്ങളും ഓണസദ്യയൊക്കെ എല്ലായിടത്തും കിട്ടുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും ബോംബെയിൽ ഒരുപാട് പേർക്ക്, മലയാളീസിനൊക്കെ കുറേ പേർക്ക് ഇഷ്ടമുള്ളവർക്കുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇന്ന് ലീവ് കിട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യമായത്. ഇനിയിപ്പോൾ ഇവിടെ മറ്റന്നാൾ പിന്നെ ലീവാണ്, രക്ഷാബന്ധൻ. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച ശ്രീ ജന്മാഷ്ടമി. പിന്നെ നമ്മുടെ ലീവാണ് ദിവാലി, ദസറ, ഗണപതി. ഇവിടെ അപ്പോഴാണ് ലീവ്. ഓണത്തിൻ്റെ സമയമല്ല ഇവിടെ. യെസ്.
അപ്പോൾ എൻ്റെ മിത്തുകുട്ടി രംഷേട്ടൻ്റെ ഒക്കെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു. ഇത് പുതിയതൊന്നല്ല, ഇത് ഞാൻ നാട്ടിൽ നിന്ന് നമ്മുടെ നിന്ന് അടിച്ചു മാറ്റിയതാണ്. നല്ല ഡ്രസ്സ്. എന്നിട്ട് ഇങ്ങനെ അയണൊക്കെ ചെയ്ത് ഒരു പച്ച ഇടാനൊരു മോഹം. ഈ ഒരു 18 വർഷത്തിൽ നമ്മളൊരു 4-5 ഓണം മാത്രമേ നാട്ടിൽ ആഘോഷിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നു. മിത്തുക്കുട്ടി വന്നതിന് ശേഷം മിത്തുക്കുട്ടിയായി. പക്ഷേ ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ ഓരോ ഓണം. ഇവിടെ മിത്ത് പിന്നെയും ധാവണി അഴിഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ഫ്രണ്ട്സൊക്കെ വരാറാകുമ്പോഴേക്ക് റെഡിയാക്കുമ്പോൾ 2 പായസമാണ് 2 അടുപ്പിൽ രംഷേട്ടൻ 2 കയ്യിലുമായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് കേട്ടോ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഫ്രണ്ട്സൊക്കെ വന്നു. ഇനി ഒരാളും കൂടെ വരാനുണ്ട്. ഇവിടെ ഫോട്ടോ സെഷനും കാര്യങ്ങളും പിള്ളേരോടും ട്രഡീഷണൽ അല്ലെങ്കിൽ ഹാഫ് ധാവണി ഉള്ളവരോട് അങ്ങനെ എടുക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ഗാഗര ചോളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാൻ പറഞ്ഞു കേട്ടോ. ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതേ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. സദ്യവട്ടങ്ങളും റെഡിയായി, 3 പായസം റെഡിയായി. പാലട കുറച്ച് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പാലട, സേമിയ, കുറച്ച് പരിപ്പ്. കുട്ടികൾക്ക് ആർക്കും ഈ പരിപ്പ് പായസം അങ്ങനത്തെ ഇഷ്ടമല്ല. മിത്തുവിനെ ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ രംഷേട്ടന് വേണ്ടി മാത്രം ആണ് ഞാൻ പരിപ്പ് ഉണ്ടാക്കിയത്. പിന്നെ മിത്തുവിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു അമ്മയും കൂടെ വരുന്നുണ്ട്. അപ്പം ഞാൻ വിളിച്ചതാണ്, കാരണം ആള് ഭയങ്കര സദ്യ ഫാനാണ്. പിന്നെ ആളുടെ ബെസ്റ്റ് ഫ്രണ്ടും മലയാളി ആയിരുന്നുകൊണ്ട് ചെറുപ്പം മുതലേ അവർ സദ്യക്ക് പോകും. അപ്പം ഞാൻ പറഞ്ഞു മിത്തുവിനെ വിളിച്ചോളാം, എന്തായാലും നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സോ ഈ സദ്യ ഇഷ്ടമുള്ളവർക്ക് അത് കിട്ടാനുള്ള അവസരം നോക്കി നടക്കാൻ, പ്രത്യേകിച്ച് മുംബൈയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒട്ടും കുറയ്ക്കണ്ട, 3 പായസമാക്കാം. എല്ലാവർക്കും സേമിയ വേണ്ടവർക്ക് സേമിയ, പാലട വേണ്ടവർക്ക് പാലട, പരിപ്രഥമൻ വേണ്ടവർക്ക് പരിപ്രഥമൻ ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ 12 ആകുമ്പോഴേക്കും നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞു, എല്ലാം സെറ്റായി, ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാം റെഡിയായി. ഇനി ഇല ഇതാക്കാം, പിന്നെ പപ്പടം കാച്ച, പിന്നെന്താ ഞാൻ കുറച്ച് കൊണ്ടാട്ടങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ കുറച്ച് അരിക്കൊണ്ടാട്ടം. കാരണം നമ്മുടെ കേരളത്തിൻ്റെ ഒരു രീതി മാത്രമാകുമ്പോൾ എനിക്കറിയില്ല ഇവർക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ ഇഷ്ടമാവുമെന്ന് പോലും. കാരണം ഇവിടത്തുകാരല്ല, ഇതിലൊരാൾ മഹാരാഷ്ട്രയിലും ഒരാൾ രാജസ്ഥാനും ഒരാൾ ഗുജറാത്തുമാണ്. അപ്പോൾ ഇവിടെ ഉള്ളവരും കൂടെ അല്ല, ഒക്കെ നോർത്തിലേക്ക് പോകുന്നവരാണ്. അപ്പോൾ അവരുടെയൊക്കെ ഫുഡ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻറ്റാണ്. സോ അവർക്ക് നമ്മുടെ ഈ അവിലും കാളനും ഓലനൊക്കെ എത്രത്തോളം ഇഷ്ടാവെന്ന് അറിയില്ല. അപ്പം ഞാൻ അതിന് പകരം അത് മാത്രമാക്കിയാൽ കഴിക്കുമെന്ന് അറിയാത്തതുകൊണ്ട് കുറച്ച് ചക്ക വറുത്തത്, പിന്നെ ശർക്കരപ്പേരും കായ വറുത്തൊക്കെ അറിയാം, ഉണ്ണിയപ്പം, പിന്നെ അതുപോലെ കുറച്ച് കൊണ്ടാട്ടങ്ങൾ, അരിക്കൊണ്ടാട്ടം, കായ്പയ്ക്കപ്പം, അങ്ങനത്തെയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാവില്ല. അതാണ് ഞാൻ മെയിനായിട്ട് പായസം. കീറ് ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല അങ്ങനെ. കാരണം പറയാൻ പറ്റില്ല, നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടമാവണം നിർബന്ധമൊന്നുമില്ല. കാരണം മിത്തുവിന് ഇഷ്ടമല്ല ഇഷ്ടമാണ്. മിത്തു മഹാരാഷ്ട്രൻ ഫുഡും ഇഷ്ടമാണ്, സദ്യ ഇഷ്ടമാണ്, രാജസ്ഥാൻ ഫുഡും ഇഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും എല്ലാ ഫുഡും ഇഷ്ടമാവാൻ ചാൻസ് ഉള്ളവരാണ്. പക്ഷെ എന്നാലും നമുക്ക് ചിലപ്പോൾ ഇഷ്ടമാവാൻ ചാൻസ് ഇല്ലെങ്കിലോ. അപ്പോൾ അതുപോലെ ഫുൾ കോക്കനട്ടും സംഭവങ്ങളും നാളികേരൊക്കെ അല്ലേ. അപ്പോൾ എനിക്ക് അത്ര വലിയ ഐഡിയ ഇല്ല, കുറച്ചൊക്കെ തന്നെ കഴിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉച്ചയ്ക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഫുഡ് റെഡിയാക്കണം. മീൻസ് ഫുഡ് റെഡിയാണ്, ഫുഡ് ഇല വിളമ്പണം എന്ന് പറഞ്ഞിട്ട് മിതുക്കുട്ടി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവരെ വിളിക്കുന്നതിന് മുന്നേ ഒരു നല്ല റീൽസും അതുപോലെ തന്നെ നല്ലൊരു ഫോട്ടോയും, ഹോം മെയ്ഡ് ഓണസദ്യയുടെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ്. എന്നിട്ട് അവരെ വിളിക്കുക. അവർ വന്നിരുന്ന് കഴിച്ചാൽ പിന്നെ ആകെ ആ ഫോട്ടോ കിട്ടില്ലല്ലോ. സദ്യ റെഡിയായിട്ട് കുറേ നേരമായി. ഇന്നലെ മീൽ പ്രപ്പ് പോലെ ചെയ്തു വെച്ചുകൊണ്ട് വലിയ പണിയില്ല. ഇതാ നമ്മുടെ സദ്യവട്ടങ്ങളെല്ലാം റെഡിയായി. കുറച്ച് വറവുകൾ, പയറ് കൊണ്ടാട്ടം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പയറ്, കായ്പയ്ക്ക, മുളക് ആൻഡ് അരിക്കൊണ്ടാട്ടം നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മള് സദ്യവട്ടത്തില് എല്ലാം ഒന്നും ഉണ്ടാക്കിയില്ല, 1-2 ഒഴികെ എല്ലാം ഉണ്ടാക്കി. അപ്പൊ എനിക്ക് എന്തോ ഒരു കുറവ് ഫീലിങ്. അപ്പം ഞാൻ രംഷേട്ടനോട് പറഞ്ഞു, ഇവിടെ നമുക്ക് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ സദ്യയൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പം അതിന് ഒരു സാധനം മാത്രം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. കാരണം എന്തോ ഒരു കുറവ് പോലെ. പക്ഷെ അത് മൊത്തം ഉണ്ടാക്കാൻ സമയമില്ല, ഇനി ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴേക്ക് ലേറ്റ്. അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷെ എന്നാലും ഒന്ന് മാത്രമായിട്ട് പോയിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നു. കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മളിവിടെ ഉണ്ടാക്കി. നമ്മുടെ വീട്ടിൽ പഴയ സെറ്റ് മുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കളയണതിന് പകരം ടേബിൾ റണ്ണർ പോലെ അടിച്ചാൽ മതി. ഞാനിത് അടിച്ചിട്ടില്ല, ജസ്റ്റ് മടക്കി വെച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കുഷ്യനായിട്ടും കുറേ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ സെറ്റ് മുണ്ടുണ്ടാവും. എൻ്റെ കയ്യിൽ അധികം ഇല്ല. അപ്പം നമുക്ക് എല്ലാ സ്ഥലവും ഇതുപോലെ ഇങ്ങനെ പില്ലോ കവറൊക്കെ ആയിട്ട് ചെയ്ത് നല്ല ഭംഗിയാക്കാം കേട്ടോ. അവിടെ ഭയങ്കര കളിയും ചെയ്യും കേട്ടോ. നമ്മുടെ സദ്യ റെഡി. എനിക്കതല്ല, ഇവരിത് എങ്ങനെ കഴിക്കുന്നത് ഒരു പരിചയമില്ലാത്ത സംഭവല്ലേ. ഞാൻ അതുകൊണ്ട് നെയ്യും ഉപ്പും അടക്കം വിളമ്പുന്നുണ്ട്. കാരണം പ്രോപ്പർ രീതിയിലാവാന്ന് വിചാരിച്ചിട്ട്.
ഇതിൽ ചിലപ്പോൾ മിക്കവാറും ഒക്കെ തൊട്ട് തലോടെ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്താ വെച്ചാൽ പിള്ളേരൊക്കെ വെജിറ്റേറിയൻസ് ആണ്. 2 പിള്ളേർ പ്യോർ വെജിറ്റേറിയൻസ്. അപ്പം ഈ ബർത്ത്ഡേക്ക് വിളിക്കുകയാണെങ്കിലൊക്കെ അവർക്ക് വെജ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം രാജസ്ഥാൻ, ഗുജറാത്തൊക്കെ പക്ക വെജിറ്റേറിയൻസ് ആണല്ലോ. അപ്പം അതുകൊണ്ട് വെജിറ്റേറിയൻ കംപ്ലീറ്റ് ആയതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ അതിലൊരു താല്പര്യം ഉണ്ടാവും. कैमरा जिसका अच्छा उससे रिकॉर्ड करो. कैमरा सीरियस हाथ से एक्टिंग करती है ना. ईशानी के फोन से रिकॉर्ड. तो मैं कैमरा ओपन करूं. चोर 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 चोर. हाँ चोर. पहले कान में फंसाना है फिर हाँ हाँ चोर. तो मैं दोनों का भाषा देखते पहले इन दोनों का रिकॉर्ड किया वो एडिट कर दूंगी मैं. ഇത് റീൽസ് എടുക്കാം. അപ്പൊ ഞാൻ നോക്കാം എന്താണ് ഇവര് പറയണ ആദ്യത്തെ ഭാഷ എന്നൊക്കെ. അപ്പൊ അത് എനിക്ക് എന്നുള്ളത് പറയാൻ കിട്ടില്ലേ. ചെയ്തതാണ്. അപ്പൊ ആ ഒരു അല്ലേ ചപ്പാത്തി ചോറ് ചോറ് എന്നുള്ളതാണ് ഇപ്പൊ അവരെടുക്കുന്നത്. सब साड़ी में हाय. हाँ ठीक है. एक बार सुनने दो क्या. हाँ वो समझ में नहीं. एक बार देखने दो. इसलिए मैच करना. ये पार्ट से तुम लोग कुछ मत करना. तुम लोग का जो पार्ट है ना. अच्छा हमें पूरा करना. हाँ तुम लोग सिर्फ तुम्हारा पार्ट है. ये हमारा पार्ट है. ഇവർ ഫുഡൊക്കെ വിളമ്പി കഴിഞ്ഞിട്ടും വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലേ. अरे ठीक है वो. थोड़ा भी याद नहीं है. 3 2 1. ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് കേട്ടോ കുട്ടികൾ ഈ ഓണം ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വരുന്നത്. സാധാരണ നമുക്ക് സ്കൂളുള്ള ദിവസമാണെങ്കിൽ മിത്തു മാത്രമാണ് ലീവ് എടുക്കുക, കുട്ടികൾക്ക് ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ. ഇത് ഫസ്റ്റ് ടൈം ഈദ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഈദിൻ്റെ ലീവും ഓണത്തിൻ്റെ ഒരുമിച്ച് വന്നപ്പോൾ പിള്ളേർക്ക് ലീവായി. പിന്നെ ടീനേജൊക്കെ എത്തുമ്പോഴല്ലേ ആ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ്ങും കുറച്ചും കൂടെ സ്ട്രോങ് ആവുക. അപ്പോഴാണ് കുട്ടികളെ വിളിക്കാനൊക്കെ മിത്തുവിന് ഇഷ്ടമായി തുടങ്ങിയത്. मैंने खाया. The one you like, no, you ask. हाँ? तो फिर वो वापस है. इसको सबका ना एक नाम है. രംഷേട്ടൻ ഇവിടെ ഓരോ വിഭവങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് കേട്ടോ. കാളൻ, ഓലൻ, അവിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ഏതൊക്കെയാണ്, പിന്നെ എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത് അതൊക്കെ ഇവർ പഠിച്ചിട്ടുണ്ട്. ഓണം പഠിക്കാത്തവരാരുമില്ലല്ലോ. അപ്പോൾ ആ മഹാബലിയുടെ കഥയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ കുട്ടികൾക്ക് ഇങ്ങനെ കേൾക്കാനും കാര്യങ്ങളും ഓരോ കൾച്ചർ. ഇവിടെ ഗണപതിക്കും നമ്മൾ ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ പോയി ഭക്ഷണം കഴിക്കലും പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട്. സോ ഇതൊരു രസമുള്ളൊരു പരിപാടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൾച്ചർ ഷെയർ ചെയ്യണതൊക്കെ. In fact, you know, when you told me yesterday, I was wondering. അവർ നമ്മുടെ റംഗോലി കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. എനിക്ക് ആക്ച്വലി അവരുടെ റംഗോലി കാണുമ്പോഴാണ് അത്ഭുതം തോന്നാറ്. കാരണം കോലം വരയ്ക്കുന്ന പോലെയാണ് ഇവിടെ ഈ ഗണപതിക്കൊക്കെ ചെയ്യുക. പക്ഷെ അവർക്ക് നമ്മുടെ റംഗോലി കാണുമ്പോഴാണ് ഭയങ്കര അത്ഭുതമായിട്ട് ഫീൽ ചെയ്യുക. രണ്ടും ഒരേപോലെ നമ്മൾ ശീലിച്ച കാര്യം നമുക്ക് ഈസി ആയി തോന്നും. അതുപോലെ തന്നെയാണ് കേട്ടോ ഇവരുടെ ഗണപതിയുടെ ഡെക്കറേഷൻസും കാര്യങ്ങളും. അവർ വ്രതം എടുത്തിട്ട് അവർ 3 നേരം ഭക്ഷണം പ്ലസ് ഓരോ ആൾക്കാർ വീട്ടിലേക്ക് വരുമ്പോൾ അവർക്കുള്ള ഫുഡ്. ഇതിനേക്കാൾ പണിയാണ് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാ സ്ഥലത്തും ഓരോ ട്രഡീഷനും ഓൾമോസ്റ്റ് സെയിം ഒക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ സന്തോഷം എന്താ വെച്ചാൽ വേറൊരാൾ വന്നിട്ട് അത് കഴിക്കുന്നതും അതിൽ ഇൻക്ലൂഡ് ആവുന്നതും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതൊക്കെ എനിക്ക് സന്തോഷമുള്ള പോലെ തന്നെയല്ലേ. ഇപ്പോൾ ഗണപതി ആണെങ്കിലൊക്കെ വിളിക്കുമ്പോഴും. അപ്പോൾ ഞങ്ങളത് സംസാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒരു സന്തോഷമാണ്. പിന്നെ എല്ലാവരും കൂടി ചെയ്യുമ്പോൾ ഇത് ഒരാൾക്ക് മാത്രം ബേർഡൻ ആകുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത്. എല്ലാവരും കൂടി ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷം. അപ്പോൾ ഇവർക്ക് ഇതൊക്കെ സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ് ഇതിനെപ്പറ്റി പറയുന്നത്. മിത്തുക്കുട്ടി ആ സമയം ഫ്രണ്ട്സിനെ കൊണ്ടു കയറാം, അവർ അമ്മമാരിന്ന് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് വന്ന് ഡ്രസ്സ് ചെയ്തിട്ട് വേണം മിത്തുവിനെ ട്യൂഷന് പോകാൻ കേട്ടോ. ഇപ്പൊ സമയം 3:45. എല്ലാവരും പിരിഞ്ഞു പോച്ച് ജസ്റ്റ് പിരിഞ്ഞു പോയേ ഉള്ളൂ എല്ലാവരും. മിത്തുക്കുട്ടി ട്യൂഷന് പോയി. കാരണം അവിടെ ഫ്രണ്ട്സിനൊക്കെ ട്യൂഷൻ ഉണ്ടായിരുന്നു. അവർ ഏകദേശം ഒരു 2:30 വരെ പിടിച്ചു നിന്നു. രാവിലത്തെ ട്യൂഷൻസ് ഇന്നിപ്പോൾ ലീവ് ആയതുകൊണ്ട് എല്ലാ ട്യൂഷൻ സെന്ററും ട്യൂഷൻ വെച്ചിട്ടുണ്ട്. മിത്തുവിന് പിന്നെ മാത്സ് മാത്രമേ ഉള്ളൂ, മറ്റു കുട്ടികൾക്കൊക്കെ എല്ലാ സബ്ജക്റ്റിനും ഉണ്ട്. അപ്പൊ അവര് പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മിത്തു പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവരുടെ അമ്മമാരും പോയി. അങ്ങനെ എല്ലാവരും പോയി. നമ്മളും വീടും മാത്രം ബാക്കിയായി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായി. ഓരോ കൊല്ലം ഓരോരുത്തരുടെ കൂടെ ഉള്ള ഒരു ഡിഫറെന്റ് ഓണം. പക്ഷെ ഏത് ഓണാണെങ്കിലും ഒരുപാട് പേര് നമ്മുടെ വീട്ടിൽ വരുന്നതും നമ്മൾ സദ്യ ഉണ്ടാക്കുമ്പോൾ അത് കഴിക്കാനൊക്കെ എക്സ്ട്രാ ആരെങ്കിലൊക്കെ ഉണ്ടാവുന്നതും. ഞാൻ പറഞ്ഞില്ലേ, അമ്മമാർക്ക് ഓൾറെഡി ഭയങ്കര ഫാൻസ് ആണ് അവര് സദ്യയുടെ. അവരിങ്ങനെ പുറത്ത് പൈസ ഒക്കെ കൊടുത്തിട്ടാണ് സദ്യയൊക്കെ കഴിക്കാറ്.
അപ്പോൾ അവർക്ക് വീട്ടിലെ സദ്യ എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അപ്പോൾ എല്ലാം ഇഷ്ടമായി. പായസമാണെങ്കിലും പരിപ്രഥമനും പാലടിയും സേമിയ പായസം പിന്നെ ഇവിടെ ഉണ്ടാക്കും. മഹാരാഷ്ട്രീയൻസും എന്തിനും ഏതിനും സേമിയ പായസം ഉണ്ടാക്കും. കുറച്ച് തിക്കായിരിക്കുന്നു മാത്രം. പക്ഷെ ഈ പാലടി പരിപ്രഥമൻ അവർക്ക് ഒരു പുതിയ അനുഭവമാണ്. അപ്പൊ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. കുട്ടികൾക്കും ഇഷ്ടമായിട്ട്. ഞാൻ വെച്ച് കുട്ടികളൊന്നും കഴിക്കില്ല. പക്ഷെ നമ്മൾ കഴിക്കുന്ന പോലെ മിത്തൊന്നും കഴിക്കുന്ന പോലെ എല്ലാ വിഭവവും ഇഷ്ടമായില്ലെങ്കിലും അവർക്ക് പൊതുവെ സദ്യ ഇഷ്ടമായി. നന്നായി ചോറൊക്കെ ഫുള്ള് കഴിച്ചു, പാലടയും ഒക്കെ കഴിച്ചു. അവര് മെയിനായിട്ട് എൻജോയ് ചെയ്ത് റീൽസ് ഒക്കെ എടുക്കുന്നു. ഇവിടെ മറ്റേ ചോറ് നെഹി നെഹി കഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ റീൽസ്. ഇനി ഞാനൊന്ന് കിടക്കട്ടെ. രവിശേട്ടൻ അപ്പുറത്ത് ഇപ്പൊ കിടക്കുമെന്ന് പറഞ്ഞിട്ട് ഇരിക്കട്ടെ. രവിശേട്ടനും രാവിലെ മുതൽ കുട്ടികളെ ഡ്രോപ്പ് ചെയ്യലും അതും ഇതും ഒക്കെ ആയിട്ട് കൂടെ തന്നെ ആയിരുന്നു. അന്ന് ഞങ്ങൾ രണ്ടുപേരും. എനിക്കാണെങ്കിൽ നല്ല ജലദോഷമാണ്. നല്ല ജലദോഷവും നല്ല തൊണ്ടയ്ക്ക് പ്രശ്നവും ഒക്കെയാണ്. അപ്പോൾ തുമ്മലൊക്കെയാണ്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് കിടന്നാൽ മതി. വായിക്കുന്ന ഒരു രുചിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒന്ന് കിടക്കട്ടെ, ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. മൊത്തത്തിൽ ഒരു ലുക്ക് അടിപൊളിയായിട്ടുണ്ട് അല്ലേ? യെസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ എങ്ങനെയുണ്ട് എൻ്റെ നാടൻ ലുക്കിന് ഒട്ടും മാച്ചില്ലാത്ത മുടിയാണെന്ന് എനിക്കറിയാം. പക്ഷെ ആഫ്റ്റർ 2 days കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായി തോന്നും. ഉച്ചയ്ക്ക് പായസമൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്ത് ഉറങ്ങാൻ പറ്റിയില്ല. രമേശേട്ടൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങി. ഞാൻ ഉറങ്ങിയില്ല. ഉറങ്ങുമ്പോഴേക്കും മിത്ത് വിളിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം ഇപ്പോൾ എത്രയും അറിയോ? 5 മണി 5:15. അപ്പോൾ നമ്മൾ ഇതാ മിത്തുവിന് ട്യൂഷന് എടുക്കാൻ പോവാണ്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. കുറച്ച് സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്തതും കുപ്പികളും ഊരിയില്ല. നല്ല ഡ്രസ്സ് ഞാൻ രാവിലെ അമ്പലത്തേക്ക് പോകുമ്പോട്ട് അതേ അറ്റയറിൽ ഇന്ന് ഓണമായിട്ട് ഫുൾ ഡേ ഒരു ഓണം വൈബിൽ നടക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. കുറേ പേര് അവിടെ ഇവിടെയൊക്കെ ഓണത്തിൻ്റെ കാണുന്നുണ്ട് കേട്ടോ. ഓണത്തിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് അല്ലേ? അതാ പോണു. ഓണാവണമെന്നില്ല, പക്ഷെ അങ്ങനെ ഇവിടെ എല്ലാവർക്കും അറിയാം ഓണം. പക്ഷെ ഓഫീസൊന്നും ഇന്ന് ചിലപ്പോൾ ലീവായിരിക്കും. ശരി, ഇതായതുകൊണ്ട്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഓണം കാര്യങ്ങളൊക്കെ. ഇവിടെ ഗണപതിയുടെ ഇത് തുടങ്ങി, ഒരാഴ്ച മുന്നേ തുടങ്ങി. ഗണപതി പ്രാവശ്യം ലേറ്റാണ്. സാധാരണ ഓണം ഗണപതി തമ്മിലൊരു 1 week ഡിഫറൻസ് ഒക്കെ വരുന്നത്. ഇത് കൂടെ പോയിരുന്നില്ലേ? അല്ല, എന്തായാലും ആതിരക്കവിടെ ആദ്യം പോകണം. ഇന്ന് ഇപ്രാവശ്യം നമ്മൾ ഫ്രണ്ട്സിനായിട്ടൊന്നും അല്ല ഓണത്തിന് വിളിച്ചത്. ഇപ്രാവശ്യം ആതിരയ്ക്ക് ഓണമില്ല. അപ്പോൾ നമ്മൾ വീട്ടിലിങ്ങനെ മരിച്ചു കഴിഞ്ഞാലൊന്നും ഒരു വർഷത്തിൽ ഓണം ആഘോഷിക്കില്ല. അപ്പോൾ അവൾ അവിടെ ഒന്നും വെച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഉണ്ടാക്കിയ പായസം കൊണ്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ പായസമാണ്. അപ്പോൾ പോണ വഴിക്ക് ആതിരയ്ക്ക് പായസം കൊണ്ടു കൊടുക്കണം. അപ്പോൾ അവളോട് ഇവിടെ താഴത്തേക്ക് ഇറങ്ങി വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഓണം കഴിഞ്ഞ ഒരു ആലസ്യം. പക്ഷെ ഇനി എന്താ വെച്ചാൽ ഒരു രസമാണ്. ഈ ഒരു ഓഗസ്റ്റ് തുടങ്ങി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവിടെ ഗണപതിയുടെ ഫുൾ ഓണായി ഗണപതി. മറ്റന്നാൾ രക്ഷാബന്ധനാണ്. അതിന് എഗെയിൻ ലീവാണ്. ഇവിടെ മിഥുനൊക്കെ ലീവാണ്. രക്ഷാബന്ധൻ ഇവിടെ ഭയങ്കര അടിപൊളിയാണ്. അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളും ബാൻഡും ഒക്കെ ആയിട്ട്. പിന്നെ ഗണപതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അത് വേറെ ലെവൽ ഒരു സംഭവമാണ്. ഒരാഴ്ച മുന്നേ തുടങ്ങി അതിൻ്റെ ഗണപതി വിക്കലും പരിപാടികളൊക്കെ ആയിട്ട്. ഇപ്രാവശ്യം പക്ഷെ കുറച്ച് ലേറ്റാണ്. September 14th ആണ് ഇപ്രാവശ്യം. ഗണപതി കഴിഞ്ഞ ഉടനെ മിഥുന് ഫസ്റ്റ് ടൈം തുടങ്ങും. വെക്കേഷൻ, ഗണപതി വെക്കേഷൻ മിഥുന് സ്റ്റഡി ലീവാണ്. അല്ലെങ്കിൽ ഒരു 1 week വെക്കേഷൻ ഉണ്ട് ഗണപതിക്ക്. പക്ഷെ ഇപ്രാവശ്യം അതൊന്നും വലിയ യൂസ് ചെയ്യാൻ പറ്റില്ല എക്സാം ആയത്. പക്ഷെ നല്ല രസമാണ്. ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരു മാർച്ച് വരെ ആഘോഷമാണ്. മാർച്ചിൽ ഹോളി കഴിഞ്ഞ് ഏപ്രിലിൽ വിഷുവിന് ഇവിടെ അധികം പ്രാധാന്യം ഇല്ലെങ്കിലും നമുക്കുണ്ടല്ലോ. അപ്പോൾ ഇനി വിഷു വരെ നല്ല രസമാണ്. കംപ്ലീറ്റ് ആഘോഷങ്ങളാണ്. ആഘോഷങ്ങളുടെ ഒരു മേളാണ് കേട്ടോ. മിത്തുക്കുട്ടി ധാവണിയൊക്കെ മാറ്റി. മിത്തുവിനപ്പം ഭയങ്കര ഇഷ്ടം ധാവണി അല്ലേ? നീ സാരി ഉടുക്കാനാണ് ആഗ്രഹം. സാരി ഉടുക്കാറായിട്ടില്ല, ധാവണിക്കാണ് ഭയങ്കര ക്രേസ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ധാവണി. അങ്ങനെ ആണെങ്കിൽ ഇഷ്ടംപോലെ ധാവണി. പക്ഷെ നാട്ടിലേക്ക് വന്ന ധാവണി എടുക്കാൻ വരുമോ? അപ്പോഴും വരില്ല. നാട്ടിൽ പോയ ഷോപ്പിലേക്ക് വരാൻ ഇഷ്ടമല്ല. നാട്ടിലെ കസിൻസിൻ്റെ കൂടെ കളിക്കുന്ന സമയത്ത്. കാരണം ഇവിടെ ധാവണി ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ലത് കിട്ടാൻ. ഇപ്പം നമ്മൾ ആറെന്ന് കിട്ടിയ ഒരു ധാവണിയാണ് അങ്ങനത്തെ ഉള്ളത്. അതല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓണത്തിലൊക്കെ ഇല്ല. അല്ലാതെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ധാവണി കിട്ടണമെങ്കിൽ ഇൻസ്റ്റ വഴിയല്ലേ. അപ്പോൾ അത് മെറ്റീരിയൽ വാങ്ങിയാലേ ശരിയാവുള്ളൂ. ഇവൾക്ക് കറക്റ്റ് അളവ് വാങ്ങിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ ആതിരയുടെ വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് അവിടുത്തെ ഓണം സ്നാക്സൊക്കെ കഴിച്ച് നാട്ടിലെ വീഡിയോ എടുത്തില്ല. അത് പിന്നെ എപ്പോഴും അറിയാമല്ലോ, വർത്താനം തുടങ്ങിയ പിന്നെ വീഡിയോ എടുക്കില്ല. അങ്ങനെ നമ്മൾ തിരിച്ചതാ വീട്ടിലേക്ക് പോവാണ്. ഇനി ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ഇനി ഇന്നും നാളെ മറ്റന്നാളൊക്കെ സദ്യ. എത്ര കുറച്ച് ഞാൻ സദ്യ ഉണ്ടാക്കിയത്, എത്ര കുറച്ച്. പക്ഷെ നമ്മൾ എത്ര പേര് കഴിച്ചു? ഇനി അത്രയ്ക്ക് 8 പേര് കഴിച്ചു. ഇനി ഒരു 8 പേർക്ക് കഴിക്കാനുള്ള സദ്യ ഉണ്ട്. ഞാനിത് എന്ത് ചെയ്യും? അതുകൊണ്ട് എനിക്ക് സദ്യക്ക് അതിനേക്കാളും ഇഷ്ടം ആ മാമുക്കായ പറയണല്ലോ, ഒരു നല്ല തിരുവോണമായിട്ട് നല്ല കോഴി ബിരിയാണി വെച്ചൂടെ എങ്കിലേ, അതാണ് ബെസ്റ്റ് ഐഡിയ. അതാകുമ്പോൾ പിന്നെ രാത്രിക്ക് കൂടെ തികയില്ല, നല്ല തട്ടലായിരിക്കും. പക്ഷേ ഈ വന്നവരൊക്കെ പ്യൂർ വെജിറ്റേറിയൻസ് ആണേ.
അപ്പോൾ എന്തായാലും മിത്തൊരു സന്തോഷമായി. മിത്ത് പറഞ്ഞ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് അധികം കഴിക്കാൻ പറ്റിയില്ല. ഇനി ഇന്ന് രാത്രി, നാളെ ഉച്ചയ്ക്കും നാളെ രാത്രി ഒക്കെ മിത്തിരുന്ന സദ്യ കഴിച്ചോണ്ട് അല്ലേ മിത്തോ? മിത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഒരാള് ഓണപ്പാച്ചിലെന്ന് കേട്ടിട്ടുള്ളൂ. ഇന്ന് രാവിലെ മുതൽ ഓണപ്പാച്ചിലാണ്. ഇനി ഞങ്ങളുടെ അടുത്തത് സൈക്കിൾ വാങ്ങി. അവനാനോ സൈക്കിള് വാങ്ങിച്ചു. ഇനി ബാക്കിയുള്ളവരും കൂടെ പെടുത്താൻ വേണ്ടി സൈക്കിള് വാങ്ങിക്കാൻ വേണ്ടി ഡിക്കാത്തലോണിൽ പോവാണ്. എന്താ കമ്പനി ഉണ്ടല്ലോ ഒന്ന്. ഇന്നെ കുറെ വിളിച്ചപ്പോൾ മനസ്സിലായി ഞാൻ ഈ പണിക്ക് പറ്റിയ ആളല്ല. അപ്പൊ ഫിറ്റ്നസ് ഫ്രീക്കന്മാരെ വിളിക്കുകയാണ്. പക്ഷെ ഞാനും ചെയ്യും. എല്ലാവരെയും സൈക്കിളിൽ ഞാൻ അതുകൊണ്ട് ഇന്നിന്റെ ഞാൻ രാവിലത്തെ ഷർട്ട് സൈക്കിളിന് ഞാൻ സൈക്കിളായിരുന്നല്ലോ ജിമ്മിന്റെ അത് സൈക്കിളായിരുന്നല്ലോ അത് രണ്ടാമത്തെ പ്രാവശ്യം ഇടുന്നത്. ഇന്ന് രാവിലെ തുടങ്ങിയ ഓണപ്പാച്ചിലാണ് രമേശേട്ടൻ്റെ. ഇങ്ങനെ പായണത് എന്തിനാണാവോ? ഞാൻ തളർന്ന് കിടന്നു. ഇന്നത്തെ സദ്യയും പിന്നെ എല്ലാരും കൂടി വന്ന് എന്റെ ജലദോഷം കൂടെ മൂർധന്യാവസ്ഥയിലെത്തി. ഞാനിതാ കിടന്നു. ഞാൻ പഠിച്ച അതേ സൈക്കിളിനെ മേടിക്കാൻ പോണം. ആ സന്തോഷം. പഠിച്ചോനെ എനിക്ക് വേണ്ട സൈക്കിളൊന്നും. ഒരു സൈക്കിള് നല്ലതാണ്. ഇതിന്റെ ചക്ക ചിപ്സ് പോലെ ഒന്നല്ലല്ലോ സൈക്കിള്. പൈസ കൊടുക്കണ്ടേ? അല്ല അതല്ല, അത് ഉപയോഗിച്ച് കഴിഞ്ഞാല് ശരീരത്തിന് പിന്നെ അടുത്ത മാസം ആവാത്. എന്തായാലും ഞാൻ അടുത്ത മാസം തടി കുറയ്ക്കണ്ടേ. ഇനിയിപ്പോ ഓണം, രക്ഷാബന്ധനൊക്കെ കഴിയുമ്പോഴേക്കും ഗണപതി, അത് കഴിയുമ്പോഴേക്കും ദസറ, അത് കഴിയുമ്പോ ദിവാലി. ഒരു തരത്തില് മനുഷ്യനെ നന്നാവാൻ സമ്മതിക്കില്ല ഈ ബോംബെ വെച്ചാ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഇനിയാണ് പേടകളുടെ ഒക്കെ പറയല്ലേ. ഒരാളെയും കൂടി സൈക്കിളിൽ പെടുത്തട്ടെ. ഓക്കെ, പുതിയ പുതിയ ആളുകളെ ഞാൻ പെടുത്താൻ പോകുന്നു സൈക്കിളിൽ എല്ലാവരും. ബൈ ബൈ. ഓക്കെ ബൈ. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഓണം സെലിബ്രേഷൻ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.